എന്താ മുതലാളി? എന്തോ കുഴപ്പമുണ്ട്. ആ വേലപ്പുണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നു. ചുമ്മാ ഇടാ. എടാ മുതലാളി, ഇത് ഞാൻ തന്നെയാണ് വേലപ്പൻ. നിങ്ങൾ വിളിക്കുന്ന തെമ്മാടി വേലപ്പൻ. പേടിക്കണ്ട, എന്റെ പ്രേതമല്ലെന്നർത്ഥം. എന്നെ വെടിവെച്ച് കൊല്ലാനായിരുന്നല്ലോ. ഉണ്ട നിറച്ച തോക്ക് ഉണ്ടയില്ലെന്നും പറഞ്ഞ് എന്റെ ചേട്ടന്റെ കൈവശം നീ കൊടുത്തയച്ചത്. ആ തോക്ക് കൊണ്ട് എന്റെ ചേട്ടൻ വെടിവെച്ചു. ആള് മരിച്ചു. എന്റെ ചേട്ടത്തിയമ്മ, എന്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന എന്റെ ചേട്ടത്തിയമ്മ വെടിയേറ്റ് മരിച്ചു. നീ അവരെ ചതിച്ചു കൊന്നു. എന്താ പറഞ്ഞ? ഞാൻ ചതിച്ചു കൊന്നോ? എടാ വേലപ്പ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെ പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നോട് പകരം ചോദിക്കാനാണ്. ഓഹോ, അപ്പോൾ പകരം ചോദിക്കാതെ നീ പോവില്ല അല്ലേ? ഇല്ല. നീ ദ്രോഹിയാണ്, കള്ളനാണ്, വഞ്ചകനാണ്. നിന്നെ വിശ്വസിച്ചിരുന്ന എന്റെ ചേട്ടനെ നീ ഒരു കൊലപ്പുള്ളിയാക്കി മാറ്റി. നീ നാട്ടിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അക്രമങ്ങൾ ചില്ലറയൊന്നുമല്ല. എല്ലാറ്റിനും കൂടി പകരം ചോദിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഈ നിനക്ക് രക്ഷയില്ല. ഇനി രക്ഷപ്പെട്ടുകളാണെന്നാണ്. ഇത് നിന്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. രാഘവ, എന്നെ രക്ഷിക്കണം. രാഘവ, എന്നെ രക്ഷിക്കണം. രാഘവ, എന്നെ കൊല്ലരുത്. എന്നെ രക്ഷിക്കണം.
നിന്നെ രക്ഷിക്കണോ അല്ലേടാ? നിന്നെ രക്ഷിക്കുന്നവരെ ദൈവം ശിക്ഷിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്റെ അനുജനെ പോലും ഉപേക്ഷിച്ചു. എന്നിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ അവൻ ചാകണമെന്ന് നീ തീരുമാനിച്ചു അല്ലേടാ? അതിനുവേണ്ടി നീ പ്രയോഗിച്ച തന്ത്രം നന്നായിട്ടുണ്ടാ, നന്നായിട്ടുണ്ട്. ഇതുവരെ ഞാൻ നിന്റെ കൂടെ നിന്ന് എന്റെ പാപം തീരണമെങ്കിൽ നിന്റെ ജീവിതം എന്റെ കൈ കൊണ്ട് തന്നെ തീരും. ഞാൻ ജീവിച്ചതിനെ ഇവനെ കൊല്ലാൻ വേണ്ടിയാണ്. ചേട്ടൻ ഒരു കൊലപാതകം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്നോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ കൊല്ലുവതിന്. വേണ്ട മക്കളെ, എന്താണ് ചെയ്യുന്നത്? നാണം കെട്ടവനെ. വേണ്ട മോനെ, ഒന്നും ചെയ്യണ്ട.